പ്രപഞ്ചത്തിൽ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു മനുഷ്യനിർമ്മിത പേടകമുണ്ട്. ബഹിരാകാശ രംഗത്ത് നാസയുടെ എന്നും അഭിമാനമായ വോയേജർ. ഒരു ശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്കും ഏറ്റവും അത്ഭുതമായി തോന്നിയ ഒരു പേടകമാണ് വോയേജർ. വോയേജറിന്റെ ചില അത്ഭുതങ്ങളെ ഇന്ന് പരിചയപ്പെടാം. നാസയുടെ എഞ്ചിനീയറായ ഗാരി ഫ്ലാൻഡ്രോ എന്ന വ്യക്തി 1960കളിൽ ഒരു കണ്ടുപിടുത്തം നടത്തുന്നു. 1980 സൗരയൂഥത്തിലെ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങൾ ഒരേ ദിശയിൽ ക്രമീകരിക്കപ്പെടും എന്നായിരുന്നു അത്. ഇതിനെ പ്ലാനറ്ററി അലൈൻമെന്റ് എന്നാണ് പറയുന്നത്. ഇത് പ്രയോജനപ്പെടുത്തിയാൽ 4 ഗ്രഹത്തിന്റെയും ഗുരുത്വാകർഷണം ഉപയോഗിച്ച് കുറഞ്ഞ ഊർജത്തിൽ ഈ ഗ്രഹങ്ങളെയും അതിന്റെ ഉപഗ്രഹങ്ങളെയും പഠിക്കാനാകുമെന്ന് നാസയ്ക്ക് മനസ്സിലായി. നാസ ഒട്ടും താമസിയാതെ തന്നെ വോയേജർ പേടകങ്ങൾ നിർമ്മിക്കുകയും 1977 ഓഗസ്റ്റ് 20 ആദ്യമായി വോയേജർ 2 വിക്ഷേപിക്കുകയും ചെയ്തു. തുടർന്ന് 16 ദിവസങ്ങൾക്ക് ശേഷം 1977 സെപ്റ്റംബർ 5 വോയേജർ 1 വിക്ഷേപിച്ചു. ഗ്രാവിറ്റി സ്ലിംഗ് ഷോട്ട് എന്ന വിദ്യ ഉപയോഗിച്ചാണ് ഈ പേടകങ്ങൾ ഗ്രഹാന്തരങ്ങളിലൂടെ കടന്നുപോയത്. 2 പേടകങ്ങളും 2 പാതയിലൂടെയായിരുന്നു കടന്നുപോയത്. 1979 വ്യാഴത്തിനടുത്തായി വോയേജർ 1 എത്തുന്നു. വ്യാഴത്തിനെയും അതിന്റെ ഉപഗ്രഹമായ IOയെയും വളരെ വിശദമായി പഠിക്കുകയും ചെയ്തു. തുടർന്ന് 1980 ശനിയുടെ സമീപത്തെത്തുകയും ടൈറ്റനെ പറ്റിയും ശനിയെപ്പറ്റിയും ശനിയുടെ വലയങ്ങളെപ്പറ്റിയും വിശദമായ പഠനം നടത്തുകയും ചെയ്തു. പുതുതായി ഉപഗ്രഹങ്ങളെ കണ്ടെത്തുകയും ചെയ്തു. അതേസമയം ഊർജമൊട്ടും നഷ്ടപ്പെടുത്താതെ യുറാനസിന് സമീപമെത്തി വോയേജർ 2. യുറാനസിനെയും അതിന്റെ ഉപഗ്രഹങ്ങളെയും അതിനുശേഷം നെപ്റ്റ്യൂണിനെയും പഠിക്കാനായിരുന്നു വോയേജർ 2 ദൗത്യം. സൂര്യനിൽ നിന്ന് വളരെ അകലെയുള്ള ഗ്രഹങ്ങളായതിനാൽ ഇരുട്ടിൽ ഒന്നും കാണാൻ കഴിയില്ല എന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. എന്നാൽ വോയേജർ മനോഹരമായി തന്നെ ഈ ഗ്രഹങ്ങളെ പഠിക്കുകയും ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു. ഇത്രയും മാത്രമായിരുന്നു വോയേജർ പേടകങ്ങളുടെ യഥാർത്ഥ ദൗത്യങ്ങൾ. എന്നാൽ അവിടെയും അവസാനിക്കാതെ സൗരയൂഥത്തിന് പുറത്തേക്ക് പോവുകയായിരുന്നു ഇവർ. ആദ്യമായി 2012 വോയേജർ 1 പുറത്തേക്ക് കടക്കുകയും പിന്നാലെ വോയേജർ 2 2018 പുറത്തേക്ക് പോവുകയും ചെയ്തു. സൗരയൂഥം വിട്ട് പ്രപഞ്ചത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നതിന് മുമ്പ് വോയേജർ ഭൂമിയുടെ ഫേമസ് ആയ ഒരു ചിത്രം പകർത്തുകയുണ്ടായി. ദ പെയിൽ ബ്ലൂ ഡോട്ട് എന്ന ചിത്രത്തിലെ വളരെ ചെറിയ ഡോട്ട് മാത്രമാണ് നമ്മുടെ ഭൂമി. അതിലുപരിയായി നമ്മുടെ ഭൂമിയിലെ പ്രധാനപ്പെട്ട ചിത്രങ്ങളും ശബ്ദങ്ങളും അതുപോലെ പ്രപഞ്ചത്തിൽ ഭൂമിയുടെ സ്ഥാനം കാണിക്കുന്ന ഒരു പൾസർ മാർക്കും ഉൾപ്പെടുന്ന ഒരു ഗോൾഡൻ റെക്കോർഡും വോയേജർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ ഒറ്റയ്ക്ക് അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുകയാണ് നമ്മുടെ 2 വോയേജറുകളും. അതിൽ വോയേജർ 1 ആകട്ടെ ഏകദേശം 25 ബില്യൺ കിലോമീറ്റർ അകലെയാണ്. പ്രകാശത്തിന് പോലും ഏകദേശം 1 ദിവസം വേണം അവിടെ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് എത്താൻ. എന്നെങ്കിലും ഒരിക്കൽ ഈ പേടകം ഏതെങ്കിലും ഒരു അന്യജീവനുള്ള ഗ്രഹത്തിന് കിട്ടിയാൽ അവർക്ക് സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉണ്ടെങ്കിൽ നമ്മളെ കണ്ടെത്താം. ചിലപ്പോൾ ആക്രമിക്കാം, ചിലപ്പോൾ സൗഹൃദങ്ങൾ സൃഷ്ടിക്കാം. നല്ലൊരു നാളേക്കായി പ്രതീക്ഷിക്കാം വോയേജറിലൂടെ.